സമാധാനമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം, അല്ലേ? നമ്മളൊന്ന് തീരുമാനിക്കും, ഭഗവാൻ വേറൊന്ന് തീരുമാനിക്കും. രാവിലെ അങ്ങനെയാണ്, ഞാനൊന്ന് തീരുമാനിച്ചു, ഭഗവാന്റെ തീരുമാനം വേറെയായി. ജയ് ശ്രീ. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജനിച്ചിരുന്നാലും ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം എന്ന് പറയുന്നുണ്ട്. അത് പ്രശ്നങ്ങളുടെ ലോകമാണെന്ന് കൃഷ്ണൻ എടുത്തു പറഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നം ഉള്ള ലോകത്ത് പോയിട്ട് സന്തോഷം അന്വേഷിച്ചാൽ കിട്ടുമോ? കിട്ടില്ല. ഒരു ജയിലിനകത്ത് പോയി ഇരുന്നിട്ട് ഒരാൾ എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് സന്തോഷമായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ജയിലിൽ നിന്ന് പുറത്ത് വരണം, അല്ലേ? എങ്കിൽ സന്തോഷം കിട്ടും. അതേപോലെ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള ലോകമാണ്. ഇവിടെ നിന്ന് പുറത്തു പോകണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മോക്ഷം, അല്ലേ? ലിബറേഷൻ. ജയിലിൽ നിന്ന് എങ്ങനെയാണോ പുറത്തു വരുന്നത്, അതുപോലെ ഈ പ്രശ്നമുള്ള ലോകത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനെയാണ് മോക്ഷം കിട്ടുക എന്ന് പറയും. മോക്ഷം കിട്ടി എവിടെ പോകും? ആ പ്രശ്നമില്ലാത്തൊരു ലോകത്ത് പോകണം. അതാണ് യഥാർത്ഥത്തിൽ സന്തോഷം കിട്ടുന്ന സ്ഥലം. അപ്പോൾ അത് പലപ്പോഴും നമുക്കറിയില്ല. ചിലപ്പോൾ വെറുതെ പറയും മോക്ഷം കിട്ടണം മോക്ഷം കിട്ടണം എന്ന് പറയും. പക്ഷെ മോക്ഷം കിട്ടേണ്ട സ്ഥലം അല്ലെങ്കിൽ ആ സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഒരു വ്യക്തമായിട്ട് ഐഡിയ ഇല്ല. പക്ഷേ ഇതിനകത്ത് സന്തോഷം തേടിക്കൊണ്ടിരിക്കുന്നു, അത് കിട്ടുന്നുമില്ല. നമുക്ക് എന്ത് തന്നാലും തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല, അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു നല്ല വീടൊക്കെ ആയാൽ, ഇപ്പോൾ വാടകയ്ക്ക് ഇരിക്കുന്നു, അവിടെ എവിടെയായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു, ഒരു വീടും കാര്യമൊക്കെ കിട്ടിയാൽ എനിക്ക് സമാധാനം ഉണ്ടാകുമെന്ന് ചെയ്യും. അത് കിട്ടിയാൽ തീരുമോ നമ്മുടെ പ്രശ്നം? തീരില്ല. അപ്പോൾ ഇനി മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞാൽ കിട്ടുമോ? അത് കിട്ടില്ല. അവർക്ക് കുട്ടികളൊക്കെ ആയാൽ പേരക്കുട്ടിയായിട്ട് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ കിട്ടുമോ? അതും കിട്ടില്ല. അപ്പോൾ ജീവിതത്തിൽ എവിടെ സമാധാനം കിട്ടാനാണ്? എന്തോ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നു. അഥവാ നമ്മൾ വിചാരിക്കുന്നതെല്ലാം കിട്ടിയാലും നമുക്ക് തൃപ്തിപ്പെടാനും പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് തൃപ്തിപ്പെടാൻ പറ്റാത്തത്? നമ്മളൊരു സാരി വേണമെന്ന് വിചാരിച്ചു, നല്ലൊരു സാരി വാങ്ങിക്കണം, ഓണത്തിന് ഓഫറാണെന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചു. നമ്മൾ മേടിച്ച അതേ കളറിൽ ഇനി ഒരാൾ സാരി എടുത്തിരുന്ന് നമുക്ക് തൃപ്തി ഉണ്ടാകുമോ? ഇല്ല. നമ്മൾ വിചാരിച്ചു ഞാൻ എടുക്കുന്നത് വേറെ ആരും എടുക്കരുത്, സ്പെഷ്യലായിരിക്കണം എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ എന്ത് പറ്റി? ഞാൻ എടുത്തിരിക്കുന്ന അതേ കളർ ഇനി ഒരാൾ എടുക്കുമ്പോൾ നമുക്കെന്ത് പോയി? നമ്മുടെ സന്തോഷം പോയി, അല്ലേ? അപ്പോൾ എന്തോ എവിടെയോ കുറവുണ്ട്. ഈ എന്താ കുറവാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ എന്താ കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ലതാണ് അനുഭവിച്ചത്. ഏറ്റവും നല്ലത് അനുഭവിച്ച എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതായത് നല്ല ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നന്നായി ടേസ്റ്റായിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്തതൊക്കെ തന്നാൽ നമുക്ക് ഏത് കിട്ടണം? പിന്നീട് ആ നല്ലത് കിട്ടിയാലേ നമുക്ക് തൃപ്തി ഉണ്ടാകത്തുള്ളൂ. അതുപോലെ നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്തിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഭഗവാനെ നമുക്ക് നേരിട്ടറിയാം. ഭഗവാന്റെ അടുത്തിരുന്നത് കൊണ്ട് എല്ലാ നല്ല കാര്യം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ പാവകർമ്മം കൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ട് നമുക്ക് ആ നല്ലതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്ത് തന്നാലും തൃപ്തിപ്പെടുന്നില്ല. ഇനി ഏത് കിട്ടിയാലേ തൃപ്തിപ്പെടത്തുള്ളൂ? ഭഗവാന്റെ അവിടെയുള്ള അത്രയും നല്ല കാര്യങ്ങൾ തിരിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ മതത്തിൽ മാത്രമല്ല പറയുന്നത്, ക്രിസ്ത്യാനികളായിരുന്നാലും ഇത് തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? പിതാവിൻ്റെ ലോകത്ത് പോകൂ, ഈ ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല, അതുകൊണ്ട് എവിടെ പോകാൻ പറയും? പിതാവിൻ്റെ ലോകത്ത് പോകുമെന്ന് പറയും. ഖുർആൻ വായിച്ചാൽ എന്ത് പറയും? ഭൗതിക ലോകം ദുഃഖാലയമാണ്. കുറച്ചുകൂടെ ബൈബിളിനേക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയും ഈ ലോകം ദുഃഖാലയമാണ്. എവിടെ പോകാൻ പറയും? അള്ളാവിൻ്റെ ലോകത്ത് പോകാൻ പറയും. കൃഷ്ണൻ എന്ത് പറഞ്ഞു? ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വൈകുണ്ഠ ലോകത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്, പഠിപ്പിക്കുന്ന രീതി വേറെയായി പോയെന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം യഥാർത്ഥം വെച്ചാൽ ഈ ഭൗതിക ലോകത്തിൽ സന്തോഷമായിട്ട് ഇരിക്കാൻ പഠിക്കണം. ഇവിടെ ദുഃഖമുള്ള ലോകമാണ്. എന്തൊക്കെ ദുഃഖങ്ങളുണ്ട് ഇവിടെ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്? ഏതെങ്കിലും ഒരു പ്രശ്നം പറയും നോക്കട്ടെ. എന്ത് പ്രശ്നമുണ്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ? എല്ലാം പ്രശ്നം തന്നെയാണ്, എല്ലാം പ്രശ്നമാണ്. പ്രത്യേകിച്ച് എന്താ ഒരു പ്രശ്നം പറയുക?
അസുഖം വന്നാൽ പ്രശ്നമാണ് അല്ലേ. ഒരു അസുഖം വന്നാൽ അതിനെ ആർക്കെങ്കിലും മാറ്റിത്തരാൻ പറ്റുമോ? നമ്മൾ വിചാരിക്കും ഡോക്ടറിന് മാറ്റിത്തരാമെന്ന്, ചിലപ്പം മാറാത്ത അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അസുഖങ്ങളൊരു പ്രശ്നമാണ്. വേറെ എന്ത് പ്രശ്നമുണ്ട്? സാമ്പത്തിക പ്രശ്നമുണ്ട്. വേറെ അതാണ് സാമ്പത്തിക പ്രശ്നമുണ്ട്. ആധ്യാത്മിക ദുഃഖം വരാനുള്ള പ്രശ്നത്തിനെയാണ് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഒന്ന് അസുഖം വന്നാൽ ദുഃഖം, ഇനി മരണം വന്നാൽ ദുഃഖം, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ ദുഃഖമാണ്. പിന്നെ വാർദ്ധക്യം വന്നാൽ ദുഃഖം. വയസ്സായ സന്തോഷമാണോ? ആർക്കും ഇല്ല. മറ്റേ ചെറുപ്പമായിട്ട് ഇറങ്ങി ഓടി നടന്ന് ഹാപ്പി ആയിട്ടിരിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരിടത്ത് 1 മണിക്കൂറിന് മേലെ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ദുഃഖമാണ്. ഇനി ഒന്നെന്താണ്? ജനനം ദുഃഖമാണ്, ജന്മം ദുഃഖമാണ്. എന്തുകൊണ്ടാണ് ജന്മം ദുഃഖം എന്ന് പറഞ്ഞത്? സന്തോഷിക്കല്ലേ വേണ്ടത്. ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ അപ്പുറത്ത് ചോക്ലേറ്റ് കൊടുക്കും, എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നടത്തും, എല്ലാം ചെയ്യും. പക്ഷെ അത് ദുഃഖമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജനിച്ച സ്ഥലം തെറ്റായ സ്ഥലത്താണ് ജനിച്ചത്, ഭൗതിക ലോകത്തിലാണ് ജനിച്ചത്. അപ്പം ദുഃഖമായ ഒരു സ്ഥലത്തിൽ ജനിച്ചാൽ അത് ദുഃഖമാണ്. ഇനി കുട്ടി ജനിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടി ചിരിച്ചിട്ട് ജനിക്കാറുണ്ടോ? ഏതെങ്കിലും അമ്മ പ്രസവിക്കുമ്പോൾ ചിരിച്ചിട്ട് പ്രസവിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടുപേരും ദുഃഖിക്കുന്നു, വേദന അനുഭവിക്കുന്നു രണ്ടുപേരും പുറത്ത് ഈ ഭൗതിക ലോകത്ത് വരുമ്പോൾ. അപ്പോൾ അത് ദുഃഖാലയമാണ്. ഇതിനെ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ദേവന്മാർ വന്ന് ഇനി മുതൽ പ്രസവ വേദനയില്ല അങ്ങനെ മാറ്റാൻ പറ്റുമോ? ഇനി മുതൽ വാർദ്ധക്യമില്ല എന്നും ആക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തിനെ കൃഷ്ണൻ എന്ത് പേര് വെച്ചത്? ദുഃഖാലയം. ഈ ആലയത്തിൻ്റെ പേരെന്താണ്? ദുഃഖാലയം. ശാശ്വതമല്ലാത്തൊരു സ്ഥലം എന്ന് ഈ ലോകത്തിനെ പറഞ്ഞു കൃഷ്ണൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെ പിന്നെ സന്തോഷമായിട്ടിരിക്കും? ഇതിനെ നാലും ആർക്കും മാറ്റാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ അത് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം എന്ന് കൃഷ്ണൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഗ്രന്ഥമാണ് എന്താണ്? ഭഗവത്ഗീത. അർജുനന് എല്ലാ സമ്പത്തുണ്ടായിരുന്നു, എല്ലാ ഐശ്വര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും യുദ്ധഭൂമിയിൽ പോയിട്ട് അർജുനൻ കരഞ്ഞുകൊണ്ടിരുന്നു, വിഷമിച്ചു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്, കയ്യിൽ ഗാണ്ഡീവം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വീക്കായിട്ട് സ്ട്രെസ്സായിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് അർജുനനെ അർജുനൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീണു. അതുമാത്രമല്ല കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു, രോമാഞ്ചം വന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് വിഷമിച്ച് പേടിച്ച് ശരീരമെല്ലാം വിറച്ച് നാവെല്ലാം വരണ്ട് അങ്ങനെ ഇരിക്കണം. ആ ഒരു അവസ്ഥ, ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ലേ? ചില സമയത്ത് നമുക്ക് അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മളെ കൈയൊക്കെ വിറയ്ക്കും. എന്തോ വിഷമം കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, കൈ വിറയ്ക്കും, വിഷമം ഉണ്ടാവും. ഈ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അർജുനൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു വന്നു? കൃഷ്ണൻ്റെ ഉപദേശം കേട്ടിട്ട്. അപ്പോൾ ഭഗവാന്റെ ഉപദേശം കേട്ടപ്പോൾ ഫൈനലി അർജുനൻ പറഞ്ഞു, കരിഷ്യേ വചനം തവ. കൃഷ്ണ അങ്ങ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു. അർജുനനെ കൊണ്ട് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അർജുനൻ്റെ എതിരെ നിൽക്കുന്നത് ആരാണ്? ഭയങ്കര യോദ്ധാക്കം ഭീഷ്മരിനെ തോൽപ്പിക്കാൻ പറ്റുമോ? അർജുനനെ പഠിപ്പിച്ച ദ്രോണാചാര്യരെ തോൽപ്പിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ ഭീഷ്മനെ തോൽപ്പിക്കാൻ പറ്റില്ല, ദ്രോണാചാര്യരെ പറ്റില്ല. അർജുനൻ്റെ ഈക്വലായിട്ട്, യഥാർത്ഥത്തിൽ അർജുനനേക്കാളും ഗ്രേറ്റാണ് കർണനെ തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം എല്ലാ യോദ്ധാക്കന്മാരും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ അർജുനന് പിന്നെ എങ്ങനെ വിജയിക്കാൻ പറ്റും? പക്ഷേ അർജുനൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? ആ ഒരു കാരണം കൊണ്ടാണ് അർജുനൻ വിജയിച്ചത്, ഇല്ലെങ്കിൽ വിജയമില്ല. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും ദുരിതങ്ങളും എന്തുണ്ടായിരുന്നാലും ശരി തന്നെ, നമ്മുടെ കൂടെ ആരിരുന്നാലും മതി, നമുക്ക് വിജയമാണ്. ഒന്നുമേ ഇല്ല. എന്നാൽ യഥാർത്ഥത്തിൽ അർജുനൻ്റെ കയ്യിൽ ആ സമയത്ത് എന്തില്ലായിരുന്നു? രാജ്യമില്ലായിരുന്നു അല്ലേ? ഭാര്യയെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ആരാ ഉണ്ടായിരുന്നത്? അതാണ് ഇവിടെ പറയുന്നത് ഭഗവത്ഗീതയിൽ. കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വിജയവും കിട്ടും. പക്ഷെ കൃഷ്ണനെ മാത്രം മാറ്റി നിർത്തിയാൽ എന്തുണ്ടായിരുന്നാലും ഒരു കാര്യം. ദുര്യോധനൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നു, ഒരുപാട് സൈന്യങ്ങളുണ്ടായിരുന്നു, പടകളുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ആസ്തി ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തുണ്ടായിരുന്നു? ആൾക്കാരുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ഭാര്യയുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വിജയം കിട്ടിയോ? ഇല്ല. എന്തുകൊണ്ട്? കൃഷ്ണനില്ല. അതാണ് വിഷയം. അപ്പോൾ ഭഗവത്ഗീതയിൽ നിന്ന് അത് നമുക്ക് തിരിച്ചു കിട്ടും, ആ സന്തോഷം നമുക്ക് കിട്ടും. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലാവരും ഭഗവത്ഗീത മാറ്റി വയ്ക്കുന്നത്. പക്ഷെ അത് തിരിച്ചെടുത്താൽ നമുക്ക് ഈ സന്തോഷം കിട്ടുമെന്നുള്ളതിൽ സംശയമേ ഇല്ല. ഭഗവത്ഗീതയ്ക്കകത്ത് 5 വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അറിയോ എന്താണ് ഭഗവത്ഗീതയിൽ സംസാരിച്ച വിഷയങ്ങൾ?
ആർക്കറിയാം? ഭഗവത്ഗീതയിൽ എന്താ പറയുന്നു? ആരൊക്കെ വായിച്ചിട്ടുണ്ട് ഭഗവത്ഗീത? വായിച്ചിട്ടുണ്ട്. ശരി, എന്ത് വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു മനുഷ്യനെ എങ്ങനെ നന്നാക്കാനെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെക്കുറിച്ച് അതിൽ സംസാരിക്കുന്നുണ്ട് അല്ലേ? ഇനി വേറെന്ത് പറയുന്നുണ്ട്? പിന്നെ ആരെക്കുറിച്ച് പറയുന്നുണ്ട്? ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആരാണ്, എന്നെ എന്തുകൊണ്ട് ശരണം പ്രാപിക്കണം എന്ന് ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജീവാത്മാ മനുഷ്യരെക്കുറിച്ച് സംസാരിച്ചു. എല്ലാ ജീവജാലങ്ങളെയും കുറിച്ച്, മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും കുറിച്ച് ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്. ഭഗവാനെക്കുറിച്ച് പറഞ്ഞു, ഞാനാണ്, എന്നെയാണ് ശരണം പ്രാപിക്കേണ്ടത്, എൻ്റെ ലോകത്താണ് നിങ്ങൾ എത്തേണ്ടത്, എന്നെ മനസ്സിൽ എപ്പോഴും ധ്യാനിച്ചാൽ എല്ലാ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാം എന്നെല്ലാം ഭഗവാൻ പറയുന്നത്. അപ്പം ജീവാത്മാ പരമാത്മാ ഒരു കാര്യം, രണ്ട് കാര്യമായി. ഇനി എന്ത് കാര്യം പറഞ്ഞു? കർമ്മം. നമ്മൾ എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നു, നമുക്ക് എന്തുകൊണ്ടാണ് പ്രശ്നം, നമ്മുടെ കർമ്മം എന്താണ്, എന്ത് ചെയ്താൽ എന്ത് കിട്ടും എന്ന് ഭഗവത്ഗീതയിൽ. അപ്പോൾ കർമ്മത്തിനെക്കുറിച്ച് പറഞ്ഞു. ഇനി എന്ത് പറഞ്ഞു? കാലത്തിനെ, സമയത്തിനെക്കുറിച്ച് പറഞ്ഞു. എത്ര കാലം ജീവിച്ചിരിക്കും, എത്ര കാലം മരിക്കും, ആരൊക്കെ സൃഷ്ടിച്ചു എന്ന് കാലത്തിനെക്കുറിച്ച് പറഞ്ഞു. ഇനി എന്ത് പറഞ്ഞു? കാലം, കർമ്മം, പിന്നെ അല്ല യോഗം വന്നിട്ട് കർമ്മയിൽ പെടുന്നതാണ്. ഇനി എന്താണ്? പ്രകൃതി. ഈ പ്രകൃതി എങ്ങനെയാണ് നമുക്ക് അറിയാം. പ്രകൃതിയിലെ എല്ലാ സീസണിലും മഴ പെയ്യും, വെയിലടിക്കും, മഞ്ഞ് വീഴും അല്ല, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ടോ? മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്നില്ല. എന്തുകൊണ്ട്? പ്രകൃതി എന്തോ തെറ്റി പ്രവർത്തിക്കുന്നില്ലേ? ഇത് ആരുടെ കൺട്രോളിലാണ് പ്രവർത്തിക്കുന്നത്? ഭഗവാന്റെ കൺട്രോളിലാണ്. അപ്പോൾ ആ പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജീവാത്മാവിനെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ദുഃഖിക്കുമ്പോൾ, ചിലപ്പോൾ വിഷമം കൂടുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, കൃഷ്ണ എനിക്ക് എന്തിനാ ഇത്രയും പ്രശ്നം തന്നു? പലപ്പോഴും ചിന്തിക്കാറില്ലേ? എൻ്റെ ജീവിതത്തിൽ എന്തിനാ ഇത്രയും പ്രശ്നം വന്നു എന്ന് ചിന്തിക്കും. ആ ചിന്ത നല്ലതാണ്. അതാണ് ജീവാത്മാവിൻ്റെ ചോദ്യം. ഞാൻ എന്തിനാ ഈ കുടുംബത്തിൽ വന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെ അനുഭവിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് എന്താ കിട്ടാത്തത്, എനിക്ക് കിട്ടി അവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് പലതരത്തിൽ നമുക്ക് ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യത്തിന് ഉത്തരം എവിടെ നിന്ന് കിട്ടും? നമുക്കൊരു ചോദ്യമുണ്ട്. എന്താണ്? എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദുഃഖം വന്ന്? ഇതിൻ്റെ ഉത്തരം എവിടെ നിന്ന് കിട്ടും? ഭഗവാൻ ഇന്ന് കിട്ടണം. പക്ഷെ നമ്മൾ ആരെടുത്ത് പോയി ചോദിക്കും? ഭഗവാൻ്റെ പോയി ചോദിക്കാറുണ്ടോ? ചോദിക്കാറില്ല. നമ്മൾ അടുത്ത വീട്ടിലെ മാമിയെ വിളിച്ചിട്ട് ചോദിക്കുക, എന്തിനാ മാമി, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ദുരിതമാണ്, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിക്കും. അവരെന്ത് പറഞ്ഞു തരും? നമുക്ക് എന്ത് പറഞ്ഞു തരും? ജീവിതമൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ തള്ളി പോവുക എന്ന് പറയും. അതാണോ യഥാർത്ഥത്തിൽ? പ്രശ്നം മാറ്റാനല്ലേ പറഞ്ഞു തരേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ കഥ പറയും. ഞാനും ഇത്രയും കഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ നടന്നത്, ഇതെല്ലാം ഞാൻ അനുഭവിച്ചു, പക്ഷെ എന്താണ്, കുറച്ചു കാലം ഞാൻ സഹിച്ചിരുന്നതെല്ലാം മാറി എന്ന് പറയും. അതാണോ യഥാർത്ഥത്തിൽ? പക്ഷെ അവർ മാറിയാലും, അവരുടെ പ്രശ്നം മാറിയാലും അവർക്ക് തൃപ്തി ഉണ്ടായില്ല ജീവിതത്തിൽ. അവരും എന്തോ വെറുത്തിട്ട് അങ്ങനെ തള്ളി നീക്കിയെന്നല്ലാതെ അവർക്ക് ഒരു പ്രശ്നത്തിനും പരിഹാരം കിട്ടിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പരിഹാരം കിട്ടണം നമുക്ക്, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്കുണ്ടായാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആര് തരും എന്ന് അറിഞ്ഞിരിക്കണം. ആര് തരും? ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കിട്ടും. ആ വ്യക്തിക്ക് അറിയാം ഈ ഭൗതിക ലോകം എന്താണ്, ഈ പ്രശ്നങ്ങൾ എന്താണ്, ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് ആർക്കറിയാം? ഈ ആധ്യാത്മിക ഗുരുവിനെ അറിയാം. കാരണം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് പഠിപ്പിച്ചതാണ്. അങ്ങനെ കൃഷ്ണനിൽ നിന്ന് നേരിട്ട് വന്ന ജ്ഞാനമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീത നന്നായിട്ട് പഠിച്ച് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് കിട്ടും. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഈസിയായിട്ട് മറികടക്കാം. ഏത് പ്രശ്നമായിരുന്നാലും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അതും വിഷമമില്ലാതെ ഫേസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തറിഞ്ഞിരിക്കണം? ആ വിദ്യ അറിഞ്ഞ ഒരാളെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇത് ജീവാത്മാവ്. ഈ കാര്യങ്ങൾ ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്. പരമാത്മാവ് ഇനി ആരാണ്? ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മളെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ഭഗവാനാണ്. നമുക്ക് മരണം വരണമെങ്കിൽ ആര് വിചാരിക്കണം? നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ ദിവസവും ആഹാരവും വസ്ത്രവും ഒക്കെ തരണമെങ്കിൽ ആര് വിചാരിക്കണം? ചിലപ്പോൾ ആൾക്കാർ പറയും, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് കിട്ടുമെന്ന് പറയും, ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടുമെന്ന് പറയും. ഒരു വീട്ടിൽ 4 കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മ ഫീസ് 4 പേർക്ക് ഒന്നുപോലെ സ്കൂളിൽ അടയ്ക്കും, 4 എടുത്ത് കൊടുക്കും.
4 പേരും സ്കൂളിൽ കാറിൽ കൊണ്ട് ഇറക്കി വിടും, എല്ലാം ചെയ്തു. പക്ഷെ 4 പേരും പഠിച്ചത് ഒന്നുപോലെ ആയിരിക്കുമോ? 4 പേരുടെ മാർക്കും ഒന്നുപോലെ ആയിരിക്കുമോ? അത് കഴിഞ്ഞ് 4 പേർക്കും ഒന്നുപോലെ ജോലി കിട്ടുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? എല്ലാം ഒന്നുപോലെയല്ലേ കൊടുത്തത്, പക്ഷെ കിട്ടിയത് വ്യത്യസ്തമായിട്ടാണ്. ഇതെന്താ പറ്റിയത്? അവരുടെ കർമ്മ. എന്നാൽ ഈ ഒരു കുട്ടി നേരെ പഠിക്കുന്നില്ല, എന്തോ ഇടയ്ക്ക് 2-3 പ്രാവശ്യം വായിക്കുന്നു, പോയി പരീക്ഷ എഴുതുന്നു, ഫുൾ മാർക്ക് മേടിക്കുന്നു. ഇത് കുത്തിയിരുന്ന് പഠിക്കും, വെളുക്ക പഠിക്കും, എന്നിട്ട് മാർക്ക് കിട്ടുന്നില്ല. അതെന്തു പറ്റി? അപ്പോൾ അവിടെ ആരോ ബാക്കിൽ കൺട്രോളറുണ്ട് അല്ലേ? അപ്പം അത് ഈ ഭഗവാൻ എങ്ങനെയാണ് ഓരോ കാര്യത്തിനെയും നമുക്ക് ആവശ്യമായത് തരിക, ആവശ്യമില്ലാത്തത് എടുക്കുക എന്നുള്ള സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം നടത്തുന്നത് ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ നമുക്ക് എല്ലാം സക്സസ് ആകും എന്നും ഭഗവത്ഗീതയിൽ പറയുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. എന്നെ ശരണം പ്രാപിച്ചാൽ എല്ലാ പാപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാം എന്ന് ഗ്യാരണ്ടി ഭഗവാൻ പറയുന്നുണ്ട്. അനന്യ ചിന്തയന്തോ മാം യേജന പരിയുപാസതേ ദേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. വേറെ ഒരു ചിന്തയും ഇല്ലാതെ എന്നെ സ്മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനെ തരാം, നിങ്ങളിൽ ഇല്ലാത്തത് തരാം, ഉള്ളതിനെ സംരക്ഷിക്കാം എന്ന് ഗ്യാരണ്ടി പറയും. LICയുടെ ഇത് കണ്ടിട്ടില്ലേ? യോഗക്ഷേമം വഹാമ്യഹം. അത് LICക്കാരുടെ അല്ല, ഭഗവത്ഗീതയിലുള്ളതാണ്. കൃഷ്ണൻ പറഞ്ഞെടുത്ത് LICക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട്. എന്താ പറയുന്നത് അവർ? നിങ്ങൾക്ക് ഇല്ലാത്തത് തരാം, ഉള്ളതിനെ സംരക്ഷിക്കാൻ. ചെയ്യുമോ? ഒരു പ്രീമിയം അടച്ചില്ലെങ്കിൽ പോയി, പോളിസി ലാപ്സ്, പിന്നെ തരില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഒരു പ്രാവശ്യമെങ്കിലും ഹരിനാമം ജപിച്ചാൽ, ഒരു പ്രാവശ്യമെങ്കിലും ഭഗവത്ഗീത കേട്ടാൽ, ഒരിക്കലെങ്കിലും ഭഗവാനെ ദർശനമെടുത്താൽ, ഒരു പ്രാവശ്യമെങ്കിലും മാല ചാർത്തിയാൽ ഇതിനെല്ലാം കണക്കുണ്ട്. ഇതിനെല്ലാം മറക്കാതെ തിരിച്ചു തരുന്ന വ്യക്തി ആരാണ്? ഭഗവാൻ. പക്ഷേ LICക്കാർ എല്ലാ പ്രാവശ്യം അടച്ചിട്ട് ഒരു പ്രാവശ്യം അടച്ചില്ലെങ്കിൽ തരില്ല. അത് തന്നെയാണ് കാരണം തരാതിരിക്കാൻ. അതാണ് ഭഗവാനും മറ്റുള്ളവർക്കും വ്യത്യാസം. അപ്പോൾ ഇവിടെ ജീവാത്മാവ് നമ്മൾ എങ്ങനെ ജീവിക്കണം, ആരുടെ ഉപദേശമനുസരിച്ച് ജീവിക്കണമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആരെ ശരണം പ്രാപിക്കണമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. കാലം, നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്ര കാലം ജീവിച്ചിരിക്കും അറിയോ? അറിയില്ല. എന്നാലും പറയാം എത്ര കാലം ജീവിച്ചിരിക്കും. പോയാ മാക്സിമം കർമ്മം തീരുന്നവരെ അതൊക്കെ. പക്ഷെ എത്ര കാലം ജീവിച്ചിരിക്കും? 80-90. ശരിക്കും ഒരു പൂർണ്ണായുസ് എത്രയാണ്? 120 വർഷമാണ് പൂർണ്ണായുസ് എന്ന് പറയുന്നത് കലിയുഗത്തിൽ. ഓക്കെ. അപ്പോൾ ഈ യുഗത്തിൽ 120 വർഷമാണ് ആൾക്കാർ ജീവിക്കുന്നത്. എത്രയില്ല മരിച്ചു പോകുന്നത് സാധാരണ? 50, 40. ഇപ്പോൾ ഒക്കെ 40 ആയി, ഫാഷനായി. 40, 30, 60 എന്നൊക്കെ ആയി അല്ലേ? ഇങ്ങനെയാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ കലിയുഗത്തിൽ പറയുന്നുണ്ട് മന്ദാസുമന്ദമതയ മന്ദഭാഗ്യ ധർമാവൃത. മന്ദബുദ്ധികളാണ്, മന്ദഭാഗ്യങ്ങളാണ്, പൂർണ്ണായുസ് ജീവിക്കില്ല, അല്പായുസാണ്, പകുതിയിലാണ് പോകുന്നത്, അല്പായുസിലാണ് പോകുന്നത്. ഇതെല്ലാം കലിയുഗത്തിൻ്റെ ദോഷമാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെ കാലയളവിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ എത്ര മാക്സിമം പോയാൽ 120 വർഷം. ഈ 120 വർഷം സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടോ? ഇല്ല, അതിനകത്ത് ഒത്തിരി പ്രശ്നം. എന്നാൽ ഒരു ദിവസം ജീവിക്കുന്ന ഒരു പ്രാണിയുണ്ട്. ആരാണ്? ഒരു ദിവസം ഈയാമ്പാറ്റ. ഇന്ന് ജനിക്കും, ഇന്ന് വളരും, ഇന്ന് കല്യാണം കഴിക്കും, ഇന്ന് കുട്ടികളുണ്ടാക്കും, ഇന്ന് തന്നെ മരിക്കും. ഈ ഈയാമ്പാറ്റയുടെ പോയി നമ്മൾ പറയാണ് ഞാൻ 100 വർഷം ജീവിക്കും. ഈയാമ്പാറ്റയുടെ ഞാൻ പറയാണ് ഞാൻ 100 വർഷം ജീവിക്കും. ഓക്കെ. അതിൽ എൻ്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അങ്ങനെ ഞാൻ എത്ര വർഷം ജീവിക്കും? 100 വർഷം. അതിന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഞാൻ പറയുകയാണ് ഭഗവത്ഗീതയിലെ കലിയുഗത്തിൻ്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ 4,32,000 വർഷം. ശാസ്ത്രത്തിൽ പറയും കലിയുഗം എത്ര കാലമാണ്? ഇപ്പോൾ എത്ര കാലമായി? വേറെ 5018-19 ആയിട്ടേ ഉള്ളൂ. ഇത്രയും വർഷമായിട്ടുള്ളൂ. ഇനി എത്ര കിടപ്പുണ്ട്? 4,31,000 ചില്ലറ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? കലിയുഗം ഇത്രയാണെന്ന് പറഞ്ഞാൽ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു 2000-ൽ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയും എടുത്ത് അതും പോയി. അവസാനം 2012 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു. അതിനും ഒരു സിനിമ എടുത്ത് അതും ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ 2024 ഒന്നും സംഭവിക്കുന്നില്ല. കാരണം കലിയുഗത്തിൻ്റെ വർഷം എത്രയാണ്? 4,32,000 വർഷം. അപ്പോൾ കൃഷ്ണൻ ഉള്ള വയസ്സ് എത്ര? കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ എത്രയായിരിക്കും? 8,64,000 വർഷമുണ്ട് ദ്വാപരയുഗത്തിൽ. ത്രേതായുഗത്തിൽ ഇനി ഒരു ഇരട്ടി കൂടെ ചേർന്നാൽ ത്രേതായുഗം രാമചന്ദ്രമൂർത്തിയുടെ കാലത്ത്.
സത്യയുഗത്തിൽ പിന്നെയും ഒരു ഇരട്ടി കൂടെ ആയാൽ സത്യയുഗത്തിൻ്റെ. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, ഒരു ഈയാമ്പാറ്റയുടെ അടുത്ത് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കില്ലയോ അതുപോലെ നമ്മൾ വിശ്വസിക്കില്ല. പക്ഷെ സത്യം സത്യം തന്നെയാണ്. വേറൊരു എക്സാമ്പിൾ പറയും. കിണറ്റിൽ കിടക്കുന്ന തവള ഉണ്ട്. കിണറ്റ് തവള എന്ത് വിചാരിക്കും? അതിൻ്റെ ലോകം ഏതാണ്? ജനിച്ചത് അവിടെ, വളരുന്നത് അവിടെ, അത് എൻജോയ് ചെയ്യുന്നത് അതിനകത്ത്. അപ്പോൾ അത് വിചാരിക്കും ഇതാണ് ലോകം എന്ന് വിചാരിക്കും. അപ്പോൾ ഒരിക്കൽ പുറത്തുനിന്ന് ഒരു തവള, കടലിൽ നിന്ന് ഒരു തവള വന്ന് ഏതിനകത്ത് വീണു? കിണറ്റിനകത്ത് വീണു. അപ്പോൾ നീ എവിടെ നിന്നാണ് വരുന്നത്? അത് ഞാൻ കടലിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. കടലിൽ നിന്നാണ്? കടൽ എത്ര ഉണ്ടാകും? ഇതിൻ്റെ പകുതി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. ഇതിൻ്റെ പകുതിയൊന്നുമല്ല, വലുതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരിരട്ടി കൂടെ ഉണ്ടാകും? അല്ല, അതിനേക്കാൾ. അപ്പോൾ ഇത് മൊത്തം ഈ അളവുണ്ടാവും? ഇതൊന്നുമല്ല. പിന്നെ എത്രയാണ്? അത് പറയാൻ പറ്റില്ല, അത്രയാണ്. അപ്പോൾ ആര് ചിരിച്ചു? കിണറ്റ് തവള ചിരിച്ചു. എന്താണ്? ഇവൻ ചുമ്മാ തള്ളുകയാണെന്ന് വിചാരിച്ചു. കാരണം അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ബുദ്ധിക്ക് അത് മനസ്സിലാകില്ല. കാരണം അത് ഇതുവരെ എന്ത് കണ്ടിട്ടില്ല? പുറം ലോകം കണ്ടിട്ടില്ലാത്തത്. അതുപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇനി എന്താണ് ലോകമെന്ന് മനസ്സിലാക്കിയില്ല. പക്ഷെ ശാസ്ത്രത്തിൽ പറയുന്നു സത്യമാണ്. അപ്പോൾ ഈ കാലത്തിനെക്കുറിച്ച് ഏതിനകത്താണ് സംസാരിക്കുന്നു? ഭഗവത്ഗീതയ്ക്കകത്ത്. ഇനി പ്രകൃതിയെക്കുറിച്ച് സംസാരിച്ചു. പ്രകൃതി എന്ന് പറഞ്ഞാൽ 3 ഗുണമാണ്. എന്തൊക്കെയാണ് ഗുണം? സത്വ, രജോ, തമോ. 3 ഗുണമുണ്ട്. ഇത് ആർക്കുണ്ട് 3 ഗുണം? നമുക്കുണ്ട്. ഈ 3 ഗുണവും നമുക്കുണ്ട്. ശരി, ഏത് ഗുണത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്? ഇപ്പം സത്വഗുണത്തിൽ. അത് കറക്റ്റ്. ഇപ്പം നമ്മൾ ഭഗവത്ഗീത ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതുകൊണ്ട് ഏത് ഗുണത്തിലാണ്? സാത്വിക ഗുണത്തിലാണ് ഇരിക്കുന്നത്. വീട്ടിൽ പോയാൽ ഏത് ഗുണത്തിലാവും നമ്മൾ? ചിലപ്പോൾ അടിയും ബഹളം, ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും. അപ്പോൾ ഏത് ഗുണത്തിലായി? രജോ ഗുണത്തിലായി. പിന്നെ ഉറക്കവും വയ്യായ്മയായി. അപ്പോൾ ഏത് ഗുണത്തിലായി? അപ്പം നമ്മളിൽ തന്നെ 3 ഗുണവും മാറി മാറി വരും. ചിലർക്ക് സാത്വിക ഗുണം കൂടുതലായിരിക്കും, അതുകൊണ്ട് അവർ ദേഷ്യം കുറവായിരിക്കും, അവരെല്ലാവരുടെ അടുത്ത് സ്നേഹമായിട്ട് സംസാരിക്കും. ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും അവർ സമാധാനമായിട്ട് സംസാരിക്കും. അത് ഏത് ഗുണം കൂടുതലുള്ളതുകൊണ്ട്? പെട്ടെന്ന് ദേഷ്യം വരും തൊടുന്നതിന് മുമ്പ്. അത് ഏത് ഗുണമാണ്? എന്ത് പറഞ്ഞാലും ഉറങ്ങിയിരിക്കും, ഒരു പണിയെടുക്കില്ല, ഒന്നും ചെയ്യില്ല, ഉറക്കം മാത്രമേ ഉള്ളൂ, അല്ലേ? കാമക്രോധങ്ങളൊക്കെ കൂടുതലായിരിക്കും. അത് ഏത് ഗുണമാണ്? തമോ ഗുണമാണ്. അപ്പോൾ ഇങ്ങനെ ഗുണങ്ങളിൽ മാറ്റമുണ്ട്. ശരി, ഈ സൃഷ്ടിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഈ 3 ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതറിയോ? മരങ്ങളുണ്ട്, 3 ഗുണത്തിൽ മരത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഗുണത്തിൽ? സാത്വിക ഗുണത്തിൽ ഏത് മരമാണ്? അരയാല് വൃക്ഷം, പിന്നെ കൽപ്പവൃക്ഷം. എന്താണ്? തെങ്ങ്, മാവ്, പ്ലാവ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ തടി നല്ല സ്ട്രോങ് ആണ്, അതിനകത്ത് പഴങ്ങൾ കിട്ടും, തണൽ കിട്ടും, എല്ലാം കൊണ്ട് നമുക്ക് പ്രയോജനമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ സാത്വിക മരം. രജോ ഗുണത്തിലെ മരം ഏതാണ്? ഈട്ടി, പ്ലാവ്, ഈട്ടി, മറ്റേ തേക്ക്, ഇങ്ങനത്തെ നല്ല റോസ് വുഡ് എന്നൊക്കെ പറയും. ഇതിനകത്ത് നിന്ന് കഴിക്കാനൊന്നും കിട്ടൂല, പക്ഷെ തടി നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഏത് ഗുണമാണ്? രജോ ഗുണം. തമോ ഗുണത്തിലുള്ള തടി കൊണ്ട് ഒന്നിനും കൊള്ളൂല. എന്തിനേ കൊള്ളാവൂ? വിറക് കത്തിക്കാൻ കൊള്ളാം. അതുകൊണ്ട് പാഴ്മരം എന്ന് പറയും. ഈ മരത്തിനെയാണ് തമോ ഗുണത്തിൽ. അപ്പോൾ സൃഷ്ടി നടത്തിയപ്പോൾ 3 ഗുണത്തിൽ എന്തിനെ സൃഷ്ടിച്ചിരിക്കുന്ന? ഇവിടെ മരങ്ങളെ സൃഷ്ടിച്ചു. ഒരു സംഗീതമുണ്ട്, 3 ഗുണത്തിലും നമുക്ക് സംഗീതം. ശാസ്ത്രീയ സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിൽ സാത്വിക ഗുണം, സിനിമ ഇട്ട് കഴിഞ്ഞാൽ രജോ ഗുണം, തമോ ഗുണം ഡബ്ബാങ്കൂട്ട് പാട്ട് അല്ലെങ്കിൽ തെറിപ്പാട്ട്. ഇതൊക്കെ എന്താണ്? ചീത്ത പറഞ്ഞ് പാട്ട് പാടും. ഇതിനൊക്കെ എന്തിനാണ്? തമോ ഗുണത്തിൽ പാട്ട്. ഡാൻസിനായിരുന്നാലും ഇതുപോലെ. ആഹാരത്തിൽ 3 ഗുണത്തിൽ ആഹാരമുണ്ട്. സാത്വിക ഗുണത്തിൽ എങ്ങനെയായിരിക്കും ആഹാരം? നല്ല മധുരം, വെജിറ്റേറിയൻ ഫുഡ്, നല്ല ഹോട്ടായിട്ടുള്ള ഫുഡ്. ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കും, സന്തോഷം ഉടനെ കിട്ടും. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രകാശം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല ഇൻ്റലിജൻ്റായിട്ട് വർക്ക് ചെയ്യും. രജോ ഗുണത്തിലെ ഫുഡ് എന്തായിരിക്കും? എരിവ്, പുളി. ഇതൊക്കെ എരിവ് കഴിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് വായ എരിയും, കണ്ണിലിരുന്ന് വെള്ളം വരും. നമ്മളറിയാതെ നമ്മൾ കരയും. ആ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കരയും, അല്ലേ? എരിവും മുളകും കഴിച്ചാൽ കരയും. കാരണം ആ ഫുഡ് നമ്മളെ കരയിപ്പിച്ചു. ഒരു ലഡ്ഡു കഴിച്ചാലോ ജിലേബി കഴിച്ചാലോ നമ്മൾ ഒരിക്കലും കരയില്ല, ചിരിക്കുകയേ ഉള്ളൂ. അത് കഴിക്കുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പോൾ ആ ഫുഡ് നമ്മൾ എന്ത് ചെയ്തു? ചിരിപ്പിച്ചു. ഇനി തമോ ഗുണത്തിലെ ഫുഡുണ്ട്. നല്ല തൈര് ചോറ് വാരി കഴിച്ചിട്ട് രാവിലെ ജോലിക്ക് പോയി എങ്ങനെ ഇരിക്കും? ഉറക്കം വരുമോ? ജോലി ചെയ്യുമോ? ഉറക്കം വരും. അപ്പോൾ ഉറക്കുന്ന ഫുഡും ഉണ്ട് നമുക്ക്. അപ്പോൾ തമോ ഗുണത്തിലും ഫുഡുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആഹാരശുദ്ധി,
സത്വശുദ്ധി ക്രിയാശുദ്ധി എന്ന് പറയുന്നത്. ആഹാരം സാത്വിക ഗുണത്തിലാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും സാത്വിക ഗുണത്തിലാകും എന്ന് ഏതിനകത്ത് പറയുന്നുണ്ട്? ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു സയൻസ് അല്ലേ, ശാസ്ത്രമല്ലേ? ഈ ശാസ്ത്രമാണ് ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? ജീവാത്മാവ് നോക്കി, പരമാത്മാവ് നോക്കി, കാലം നോക്കി, പ്രകൃതി നോക്കി. ഇനി എന്താണ് ഒരു വിഷയം? കർമ്മ, പ്രവൃത്തി. നമ്മളെല്ലാവരും തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ ജനിക്കുന്നുണ്ട്, ഓരോ വ്യത്യസ്തമായ ആൾക്കാരാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് എപ്പോൾ ചെയ്തു? എപ്പോഴോ ചെയ്ത് മിച്ചം വെച്ചു. അതാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ പൂർവ്വജന്മ ഹൃദം പാവം വ്യാതിരൂപേണ ജായത്തെ. പൂർവ്വജന്മത്തിൽ ചെയ്ത പാവം ഇവിടെ എന്തായിട്ട് വന്ന് ജനിക്കും? ജായത്തെ. എന്തായിട്ട് ജനിക്കും? അസുഖമായിട്ട് ജനിക്കും. ഒരാൾക്ക് അസുഖം വരുന്നു, പ്രശ്നം വരുന്നുവെങ്കിൽ അത് എപ്പോൾ ചെയ്തതാണ്? പൂർവ്വജന്മത്തിലാണ്. ബൈബിളിൽ ഒരു കാര്യമുണ്ട്. ജീസസിൻ്റെ അടുത്ത് ഒരാൾ വരും, കണ്ണില്ലാത്തൊരു വ്യക്തി, ഒരു കുട്ടി വന്നിട്ട് ചോദിക്കും, എനിക്കെന്താ കണ്ണ് പോയതെന്ന് ചോദിക്കും. അപ്പോൾ ജീസസ് പറയും, നീ ചെയ്ത പാവമാണ് നിനക്ക് കണ്ണുപോയി എന്ന് പറയും. പക്ഷേ ഈ കുട്ടി എപ്പോഴാണ് കണ്ണുപോയത്? ഇതിനെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ, ജനിച്ചപ്പോൾ തന്നെ കണ്ണില്ലാതെയാണ് ജനിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഞാൻ എപ്പോൾ പാവം ചെയ്യുന്നു? അവർ പുനർജന്മം വിശ്വസിക്കില്ല. പക്ഷേ ആൻസർ ഇതോടെ തീർന്നു. എന്താണ്? നീ ചെയ്ത പാവമാണെന്ന് പറഞ്ഞു. എപ്പോൾ ചെയ്തു പാവം? കുട്ടി ജനിക്കുമ്പോൾ ചെയ്തെങ്കിൽ എവിടെ വെച്ച് പാവം തുടങ്ങി? അപ്പോൾ പാവം എവിടെ നിന്ന് തുടങ്ങണം? പൂർവ്വജന്മത്തിൽ തുടങ്ങണം. അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ കണ്ണില്ലാതെ ജനിച്ചു, ജനിക്കുമ്പോൾ തന്നെ കാലില്ലാതെ ജനിച്ചു. ഞാൻ പറയും, ഒരേ കുടുംബത്തിൽ 4 ഫെസിലിറ്റീസ് കൊടുത്താലും ഓരോരുത്തരുടെ റിസൾട്ട് ഓരോന്നായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ കർമ്മം. ഈ കർമ്മത്തിനെ എങ്ങനെ ഇല്ലാതെയാക്കും? കർമാതി നിർദ്ധഗതി. കർമ്മത്തിനെ ഇല്ലാതെയാക്കാം. കർമാതി നിർദ്ധഗതി കിന്തുച ഭക്തിഭാജം. ഭഗവത് സേവനം കൊണ്ട് കർമ്മത്തിനെ ഇല്ലാതാക്കാം. ബാക്കി 4 കാര്യത്തിനെയും ഭഗവത്ഗീതയിൽ മാറ്റാൻ പറ്റില്ല. പ്രകൃതിയിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല, കാലത്തിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല, എന്താ പറയുക, ഭഗവാൻ ജീവാത്മാവിന് ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷേ എന്തിനെ മാറ്റാൻ പറ്റും? നമുക്ക് നമ്മുടെ കർമ്മത്തിനെ മാറ്റാം. എത്ര മോശപ്പെട്ട കർമ്മമായിരുന്നാലും ശരി തന്നെ കൃഷ്ണനെ ശരണം പ്രാപിച്ചാൽ മാറ്റാൻ പറ്റും. അർജുനന് ഒരു വിജയത്തിന് സാധ്യതയേ ഇല്ല. പക്ഷേ അർജുനൻ ആ കർമ്മം മാറ്റി. എങ്ങനെ മാറ്റി? കൃഷ്ണൻ കൂടെ ഉള്ളതുകൊണ്ട് മാറ്റി. അതാണ് നമ്മുടെ വിജയം. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ആവശ്യം? ഭഗവാനെ ആവശ്യം. ആ ഭഗവാനെ മനസ്സിലാക്കാതെ നമുക്ക് അദ്ദേഹത്തിനെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു കുട്ടിയെ കാണുമ്പോഴാണ് ഒരു പയ്യന് പ്രേമം തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു പയ്യനെ കാണുമ്പോഴാണ് ആ കുട്ടിക്ക് പ്രേമം തോന്നുന്നത്, അല്ലേ? ആ കാണുന്ന പരിചയത്തിൽ കൂടെയാണ് സ്നേഹം തോന്നുന്നത്. അപ്പോൾ കൃഷ്ണനെ മനസ്സിലാക്കാതിരുന്നാൽ നമുക്ക് എങ്ങനെ കൃഷ്ണനെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെ, എവിടെ നിന്ന് മനസ്സിലാക്കും? ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാം. ഭഗവാൻ ആരാണ്, പരമപുരുഷനാണെന്ന് ഭഗവത്ഗീത. അങ്ങനെ കൃഷ്ണനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയാതെ കൃഷ്ണനെ സ്നേഹിക്കും. അതുകൊണ്ടാണ് ഒരുപാട് പേരുണ്ട് ഗുരുവായൂരിൽ വരുന്നവർ. ഒരു ആഗ്രഹവും ഇല്ല, 1-ാം തീയതിയായ ഭഗവാനെ കാണണം, അല്ലെങ്കിൽ ഓരോ വെള്ളിയാഴ്ച ആയ ഭഗവാനെ പോയി ദർശനം എടുത്തിട്ട് വരണം. ഇത് അവരുടെ ആഗ്രഹമാണ്. എന്തോ സ്വന്തം മക്കളെ പോലെ കൊണ്ട് നടക്കും. എന്താണ്? സ്നേഹം. ഈ സ്നേഹം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ കൃഷ്ണനെക്കുറിച്ച് ഒരുപാട് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. അതുകൊണ്ടാണ് കഥയന്തസ്ഥ മാം നിത്യം ദുഷ്യന്തീച്ച രമന്തിച്ച. ഭഗവാന്റെ കഥകൾ നിത്യം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. നിത്യം ഭാഗവത സേവയ. ദിവസവും ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ കർമ്മം മാറും. ഇതെല്ലാം എവിടെ പറയുന്നു? ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാനെ ആശ്രയിച്ച് പഠിക്കണം. അതിന് മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ മാർഗമാണ് ഹരിനാമം. കലിയുഗത്തിൽ വേറെ മാർഗ്ഗം, യജ്ഞം, ഹോമം, ഇത് വേദമന്ത്രം, ഇതൊന്നും പ്രയോജനപ്പെടില്ല. സിമ്പിൾ മാർഗമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി. കാരണം ആ മന്ത്രത്തിനെക്കുറിച്ച് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഇതി ഷോഡശക നാം കലി കൽമശനാശനം. കലിയുഗത്തിലെ എല്ലാ കൽമശങ്ങളും ഇല്ലാതെയാക്കും. എന്താണ് ഈ ഷോഡശക മന്ത്രം? നത്തഹു പരതരുപാസതേ സർവവേദേഷു ദൃശ്യത. ഞാൻ എല്ലാ വേദവും നോക്കി, ബ്രഹ്മാവ് പറയാണ് നാരദമുനി, ഞാൻ എല്ലാ വേദവും നോക്കി. കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് എന്താ മാർഗം? ഈ ഷോഡശക മന്ത്രം ജപിച്ചാൽ മതി. അപ്പോൾ ഡെയിലി ഒരാൾ ഒരു വീട്ടിലിരുന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം മിനിമം 10 മിനിറ്റ്, ഓക്കെ, 108 പ്രാവശ്യം നമുക്ക് ജപിക്കാം. 8 മിനിറ്റേ ആകത്തുള്ളൂ ഒരു മാല ജപിക്കാം. അത് ഡെയിലി ജപിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളറിയാതെ നമുക്ക് കൃഷ്ണൻ്റെ അടുത്തൊരു സ്നേഹം തോന്നും.
കൃഷ്ണനെ കാണണം, കൃഷ്ണൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ധൈര്യം നമുക്കുണ്ടാകും, പേടിയുണ്ടാവില്ല. നമുക്ക് എത്രത്തോളം ജീവിതത്തിൽ പേടിയുണ്ടോ നമ്മൾ ഭഗവാനെ എവിടെയോ മാറ്റി നിർത്തി എന്നർത്ഥം. പക്ഷെ ഭഗവാൻ കൂടെയുള്ളവർക്ക് ഒരിക്കലും പേടിയുണ്ടാവില്ല. അവർക്ക് സന്തോഷമായിട്ട് അന്തേ നാരായണ സ്മൃതി, അവസാനം വരെ നാരായണനെ ഓർക്കാം, നാരായണൻ്റെ ലോകത്ത് തന്നെ തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെയിലി നാമം ജപിക്കണം, ഭഗവത്ഗീത, ശ്രീമദ് ഭഗവത്ഗീത വായിക്കണം. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ്, വിജയം, സന്തോഷം കിട്ടും. ഇത് രണ്ടും മാറ്റി വെച്ചാൽ ഒരാളുടെ ജീവിതം ദുരിതം. അതും ഭഗവത്ഗീതയിൽ ഭഗവാൻ 18ാമത്തെ അവസാന അധ്യായത്തിൽ പറയും, മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദ തരിഷ്യസി അതച്ചേത്വമഹങ്കാര നശ്രോഷയസി വിനക്ഷ്യസി. മച്ചിത്ത, എൻ്റെ ചിത്തത്തിൽ, എൻ്റെ മനസ്സിൽ ആരെ വിചാരിച്ചാൽ, ഭഗവാനെ വിചാരിച്ചാൽ സർവ്വദുഃഖങ്ങൾ, സർവ്വപാവത്തിൽ നിന്ന് രക്ഷപ്പെടാം. മച്ചിത്ത സർവ്വദുഃഖാണി മത്പ്രസാദ, എങ്ങനെയാണ്? എൻ്റെ കാരുണ്യം കൊണ്ട്, മത്പ്രസാദ തരിഷ്യസി, ഇല്ലാതെയാക്കാം. അതച്ചേത്വം അഹങ്കാരം, അല്ല നീ അഹങ്കാരമാണ് കാണിക്കുന്നു. ഇതെല്ലാം എന്നെ മാറ്റി നിർത്തി, ഭഗവത്ഗീത മാറ്റി നിർത്തി, നാമത്തിനെ മാറ്റി നിർത്തി, എന്തുണ്ടാവും? നമുക്ക് പ്രശ്നം, ദുരിതമുണ്ടാകും എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും കുറച്ച് സമയം ഡെയിലി കണ്ടുപിടിച്ച് ഇതെടുത്താൽ നമുക്ക് ഉറപ്പാണ്, ഗ്യാരൻറ്റിയാണ് ആ ഹാപ്പിനെസ് നമുക്കുണ്ടാകും. അതൊരു എക്സ്പീരിയൻസാണ് അല്ലേ? ചെയ്തിട്ട് പറയാം, ചെയ്യാതെയും പറയാം. ഇപ്പം ഞാൻ പറയുന്നത് തേന് നന്നായിരിക്കും, ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? തേനിന് ഇങ്ങനെയാണ് മധുരം, കഴിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോവും, ഭയങ്കര മധുരം. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? കഴിച്ചു നോക്കണം. അതുപോലെ ഇത് അനുഭവിക്കൂ, സന്തോഷം നേടും. ഹരേ കൃഷ്ണ. ഞാൻ ഒരുപാട് നേരം ആക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു, സോറി. ഇന്നത്തെ കാരണം കൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ.